ഞങ്ങൾ വൈകുന്നേരമായപ്പോ വെറുതെ ഒന്ന് ബീച്ചിൽ പോകാൻ ഇറങ്ങിയതാണ്. വെറുതെ ഒന്നല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? സോ ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ബീച്ചിലെത്തിയ പാടെ കൂടെ പഠിച്ച കുറെ ചങ്കുകളൊക്കെ ഇവന്മാരൊക്കെ എന്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തോ ഭയങ്കര ചിന്തയിലാണ്. ഞങ്ങൾ നിൽക്കണതിന്റെ തൊട്ടപ്പുറത്താണ് ഈ ഡോഗേസ് സാമ്രാജ്യത്തിലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോംസ് ആണെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഞാനപ്പോ നോംസ് എന്താണ് അവിടെ കാര്യമായിട്ട് കണ്ടുപിടിച്ചെന്ന് അറിയാൻ വേണ്ടി അടുത്ത് പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെക്കൻ അവിടെ വെറുതെ നിൽക്കുകയാണ്. തിരിച്ചു നടക്കണ വഴിക്ക് ഒരു പാവം പിടിച്ച പൂച്ചനെ വെറുതെ ഒന്ന് പേടിപ്പിച്ചു. ഇവിടെയാണെങ്കിൽ അതിലും വലിയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോഗേഷ് ഫോട്ടോഷൂട്ട് വിത്ത് ഞെട്ടിക്കൽ എഫക്ട്. ഇനിയിപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകും. ഈ വീഡിയോയിൽ അഭിനയിക്കേണ്ട ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾ 4 പേരും. അതിലാണ് ക്യാമറാമാൻ. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ടിറങ്ങി. അങ്ങനെ പോണ വഴിയാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ട് കണ്ടത്. നമ്മളെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും താലൂക്കിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺമസ്ക. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തോണ്ടൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് ഷബനത്ത, ഈ സംരംഭത്തിന്റെ മുതലാളിയാണ്. അങ്ങനെ ഞാൻ ഓരോ ബൺമസ്ക ഇറാനി ചായ എടുത്ത് ഇതാദ്യം എടുത്തിട്ട് ഒരു കടി അടിക്കാം. എന്നിട്ട് ബാക്കിയുള്ള പീസിന് ഗ്ലാസിന്റെ അകത്തോട്ട് കയറുന്ന ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് മുക്കി കഴിക്കാം. ശരിക്കും ഇതിന് ടേസ്റ്റ് അറിയണം, ഇത് മുക്കി തന്നെ കഴിക്കണം. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ക്രീം ബണ്ണ് ചായ മുക്കി കഴിക്കണമെന്ന്. പക്ഷെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, അത് കഴിച്ചവർക്കറിയാം. ഇതിന്റെ റേറ്റ് വരുന്നത് ബണ്ണും ഇറാനി ചായയും കൂടെ 50 രൂപയാണ്. ബണ്ണ് മാത്രം വേണ്ടവർക്ക് ബണ്ണ് മാത്രമായിട്ട് കിട്ടും, അതാവുമ്പോൾ 30 രൂപ ഉള്ളൂ. പക്ഷെ ഞാൻ പറയും നിങ്ങൾ ആ ചായയിൽ മുക്കി തന്നെ ഇത് കഴിക്കണം. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, ഇതിന് നല്ലോണം ഫാൻസ് ആയിക്കൊണ്ടിരിക്കും. ലൊക്കേഷൻ മറക്കണ്ട, അഴീക്കോട് മുനക്കൽ ബീച്ച് റോഡ് ടർഫിന്റെ അവിടെ. ബീച്ചിന്റെ അവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷമിക്കണ്ട. ബീച്ചിന്റെ അവിടെ മാത്രമല്ല, ഒരു കാറാട്ട് ഒഴിക്കൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇനി എന്നാ ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് പോട്ടെ. വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോയിക്കോ. ബൈ.